ചാനലിൻ്റെ പേര് സ്വർണ്ണാസ് കുക്കറി വേൾഡ് എന്നായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന കുക്കിംഗ് ചാനലിൽ നിന്ന് മാറ്റി ഒരു വെയിറ്റ് ലോസ് ബേസ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ബേസ്ഡ് വീഡിയോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ബേസ്ഡ് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ കൊറോണ ടൈമിലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമായിരുന്നല്ലോ. നമ്മുടെ ക്ലാസ്സും MBA ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിന് തുടങ്ങിയതായിരുന്നു അത് പിന്നെ ആ രീതിയിൽ തന്നെ അങ്ങ് പോയി. നമ്മൾ കോളേജിൽ പോയി, പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് ജോബായി. അങ്ങനെ നമ്മൾ ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഷാർജയിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ആ ചാനൽ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്നിങ്ങനെ ഓർത്തു. അപ്പം ഓർത്തപ്പോൾ ഞാൻ വെച്ചാൽ കുക്കിംഗ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ചെയ്യാം എന്നിങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വണ്ണം വെച്ചു എന്നുള്ളൊരു കാര്യം. വണ്ണം വെച്ചു എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റ് ഗെയിൻ ഒന്നുമില്ല. ഞാൻ കല്യാണത്തിൻ്റെ ടൈമിൽ 46 ആയിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊരു 5 months ആവുന്നു. 5 months തന്നെ ഞാൻ 4 kgs കൂടി. അതൊരു വലിയ വെയിറ്റ് ഗെയിൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ 50 കിലോ ആണ് എന്നിരുന്നാൽ കൂടെ ഞാനൊരു 48 ഹാഫൊക്കെ നിൽക്കുമ്പോഴാണ് ഇച്ചിലൂടെ എനിക്ക് ആക്റ്റീവായിരുന്നു, ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതേസമയം 46 പോയി ഭയങ്കര ശോകമായിപ്പോയി, ഭയങ്കര മെലിഞ്ഞ് ഉണങ്ങി അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ എനിക്കിപ്പം ആക്ച്വലി വെയിറ്റ് ഗെയിൻ ആയതിൽ കൂടുതൽ ഞാനിപ്പം ഫീൽ ചെയ്യുന്നത് എനിക്കൊരു കൈൻഡ് ഓഫ് ഫാറ്റ് പെർസെൻറ്റേജ് കൂടിയെന്നാണ് കിട്ടുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം കഴിക്കുമായിരുന്നു. അവിടെ അവർ കഴിക്കില്ല എന്നാണ് പരാതി. പക്ഷേ എന്നാലും കൂടെ ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ ഷുഗറി ഐറ്റംസ്, അതുപോലെ വറുത്ത ഐറ്റംസ്, നമ്മുടെ ലേസ്, ചീറ്റോസ്, പിന്നെ ന്യൂട്ടലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂവി കാണാനിരിക്കുന്നതിനും ഹസ്ബൻഡും അനിയനും ഒക്കെ ഇരുന്ന് മൂവി കാണാനിരിക്കുമ്പോൾ ഈ ന്യൂട്ടലിൽ ഞാൻ വെറുതെ കോരി തിന്നായിരുന്നു. അതുപോലെ കാണുന്ന ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു വയ്ക്കും ഒരു ആക്രാന്തത്തിന്, എന്നിട്ട് ഇതിരുന്ന് കഴിക്കുക. അപ്പോൾ മെയിൻലി ഇപ്പം ഞാൻ എയിം ചെയ്യുന്നത് ഒരു വെയിറ്റ് ലോസ് ആണ്, ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് ആണ്. ഞാൻ പണ്ടെന്ന് പറയുമ്പം അത്യാവശ്യം ഒരു കോളേജ് ഡേയ്സ് എൻ്റെ ഡിഗ്രി പഠിച്ചിട്ട് ടൈമിലെല്ലാം ഞാൻ അത്യാവശ്യം ഒരു വണ്ണം ഉള്ള ആളായിരുന്നു. വെയിറ്റ് ഗെയിനെ പറ്റി ഒട്ടും കൺസിഡേർഡ് അല്ലാത്ത ഒരാളായിരുന്നു. വലിയ കൺസിഡറേഷൻ കുറയ്ക്കണം എന്നൊരിതുണ്ടെങ്കിൽ കൂടി അത്ര ഞാൻ മൈൻഡ് ചെയ്യില്ല. ഫുഡ് കഴിക്കുമായിരുന്നു, വർക്കൗട്ട് ചെയ്യാൻ നോക്കുമായിരുന്നു. എപ്പോഴും കൺസിഡറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വോക്കിംഗ് ഉണ്ടായിരുന്നു. കോളേജ് ബസ്സായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കോളേജിലോട്ട് കുറച്ച് ബസ് കയറാൻ കുറച്ച് നടക്കും, തിരിച്ചവിടെ നിന്ന് കുറച്ചൊക്കെ എങ്ങനെ പോയാലും ഒരു ½ an hour അല്ലെങ്കിൽ ഒരു 45 minutes ദിവസം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഞാൻ കഴിക്കുന്ന ഫുഡ് അത് നേരെ വിപരീതമായ ഫുഡാണ്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറുന്നു, വൈകിട്ട് ചോറുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളാണ് കാർബാണ് കഴിക്കുന്നത്, ഏറ്റവും കൂടുതൽ അരിയാഹാരങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു. അരിയാഹാരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡയറ്റ് അരിയാഹാരം മൊത്തം അവോയ്ഡ് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ കൂടെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾഡായിട്ട് കഴിക്കേണ്ടതാണ് അരിയാഹാരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പണ്ട് വണ്ണം വെച്ചിരുന്ന ടൈമിൽ ഒരു 58 ഉണ്ടായിരുന്നു. 58 കിലോ വളരെ നോർമലായിട്ട് ഞാൻ 154 centimeter ഹൈറ്റ്. വലിയ കുഴപ്പമില്ല എന്നിങ്ങനെ പറയാൻ കേൾക്കുമ്പോൾ എനിക്ക് കാണാൻ ഞാൻ ഒത്തിരി ബൾക്കായിട്ട് ഫീൽ ചെയ്യും. എൻ്റെ പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഒത്തിരി എനിക്ക് തന്നെ ഭയങ്കര ബൾക്കി ഫീലിംഗ് ആയിരുന്നു. ആദ്യമൊന്നും കൺസിഡർ ചെയ്തു. പിന്നെ ആൾക്കാർ പറയും ഭയങ്കരമായിട്ട് തടിച്ചു, എന്തെങ്കിലും വണ്ണം വെച്ചേ, കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കൊട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വണ്ണം കുറയ്ക്കാൻ എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. ഇവൻ്റെ അനിയത്തി പഠിച്ച് ചമ്പി അടിക്കുമ്പോഴേ കാണാൻ നല്ലതാണ്. എൻ്റെ ഹസ്ബൻഡിനും പറഞ്ഞ പണ്ട് നീരുന്നു നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എനിക്കല്ല. ഇപ്പം മറ്റുള്ളവരുടെ ഇഷ്ടമല്ല. പലരും പറയും വണ്ണം വയ്ക്കുമ്പോൾ ചിലവർ പറയും ഭയങ്കര വണ്ണം ഭയങ്കര മെലിഞ്ഞു പോയി. ഇത് കേട്ടൊരു വ്യക്തിയാണ്. മെലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ എൻ്റെ ഭക്ഷണം കഴിക്കണമെന്ന്. പക്ഷേ ഞാൻ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നുമല്ല ഞാൻ ഒത്തിരി മെലിഞ്ഞത്. ഞാനൊരു സെക്ഷൻസായിട്ട് പറയാം. ഇപ്പോൾ ഒത്തിരി വലിയ ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ സെക്ഷനിൽ പറഞ്ഞ് പതിയെ പോവാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യണ്ട. മറ്റുള്ളവർ പലതും പറയും നമ്മൾ വണ്ണം വെച്ചിരിക്കുന്ന വണ്ണം കുറഞ്ഞ് നമ്മളിഷ്ടം. നമുക്ക് എങ്ങനെ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്, നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത്, അത് ഹാപ്പിയാണ്. നമുക്കൊന്നും ആരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ എന്നുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യാൻ നമുക്ക്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണ്ട ഫുഡ് കഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കഴിക്കാം, ഐസ്ക്രീം എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഓർക്കും നിനക്കതിന് വലിയ വെയിറ്റ് ഗെയിൻ ആയിട്ടില്ലല്ലോ, 50 എന്ന് പറയുന്നത് നോർമൽ ഒരു വെയിറ്റ് ഗെയിൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ കൂടി
ഇതിപ്പോൾ നമുക്ക് എനിക്ക് നോർമലാണ്, പക്ഷെ മറ്റുള്ളവർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ ഈ ഒരു വെയിറ്റ് ലോസ് തന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ എന്താ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിലോട്ട്. ഓക്കെ, അപ്പം 58 കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ്. അതിൽ നിന്ന് ഞാൻ വെയിറ്റ് ആദ്യം ഒരു മാസം കൊണ്ട് ഞങ്ങൾ 4 കിലോ കുറച്ച് പ്രോപ്പറായിട്ട് ഡയറ്റും പ്രോപ്പറായിട്ട് വർക്കൗട്ടും ഒക്കെ ചെയ്താണ് കുറച്ചത്. അപ്പോൾ ഒരു മാസം ഷുഗർ കട്ട് ചെയ്യാൻ കുറച്ചുണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാൻ ചെയ്തിരുന്നു 1 മാസത്തിൽ. പക്ഷെ മൊത്തമല്ല, ഞാൻ 2 ദിവസം അതിൽ ആ 30 ദിവസത്തിൽ 2 ദിവസം ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ ഫോഴ്സ് ചെയ്തങ്ങനെ ചെയ്യിക്കേണ്ട, ഇഷ്ടം തോന്നുകയാണ് കഴിക്കുക. ഒരു ആഴ്ചയിൽ നിങ്ങൾ 2 ദിവസം നമുക്ക് വേണ്ട എന്തെങ്കിലും ഫുഡ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ആക്കുക. അത് ആദ്യം 2 ദിവസം ആക്കുക, പിന്നെ വലിയ ഒരു ദിവസം ആക്കുക. ഒത്തിരി ഇപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടാണെങ്കിൽ ഇത് കുറച്ച് വളരെ കുറവൊക്കെയാണെങ്കിൽ നമുക്ക് 2 ദിവസം നമുക്ക് ഒരു ആഴ്ചയിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. എല്ലാതും നമ്മൾ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് മാത്രം കഴിക്കാൻ നോക്കുക. ഫാക്ടർ നിങ്ങൾ ശ്രദ്ധിക്കുക. 4 ഫാക്ടറുകളാണ്. 1 വാക്കിംഗ്, 1 വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 വർക്കൗട്ട്, 1 ഡയറ്റ്. പിന്നെ കുറച്ച് കാര്യങ്ങളുള്ളത് സ്ട്രെസ്സ് കുറയ്ക്കുക, നന്നായിട്ട് ഉറക്കം നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുക. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങുന്ന ഒരു സമയമാവാറുണ്ട്, ഒരു 2 മണിക്കാണ് ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നത്. ഈ വീഡിയോ നമ്മുടെ വീട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടും. പക്ഷേ അത് ആക്ച്വലി അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക മാക്സിമം. എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ഡയറ്റാണ് നമുക്ക് പറ്റുക, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, ഏത് ടൈപ്പ് ഓഫ് ഡയറ്റാണ് നമുക്ക് പറ്റുക, എങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്കൗട്ടാണ് നമ്മുടെ ബോഡിക്ക് പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്തായാലും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡയറ്റ് വർക്കൗട്ട് ആയാലും നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് കൺഫേം ആയിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഒരു ഡയറ്റിലോട്ട് ഇറങ്ങുള്ളൂ. കാരണം ഈ ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ക്രാഷ് ഡയറ്റ് നല്ലപോലെ പരീക്ഷിച്ച ഒരാളാണ് ഞാൻ. ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞാൽ 1 മന്ത് ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഡയറ്റ് ചെയ്ത് കുറച്ചു, 4 കിലോ കുറച്ചു. അതിന് ശേഷം നമ്മുടെ വെയിറ്റ് കുറയാൻ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊരു മെയിൻ്റനൻസ് വെയിറ്റ് എത്തിക്കഴിയുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറയാൻ ഭയങ്കര പാടാണ്. വെയിറ്റ് സ്റ്റക്ക് ആവാറുണ്ട് ചിലർക്ക്. അപ്പോൾ അതിന് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഡീറ്റോക്സ് ഡയറ്റൊക്കെ ചെയ്യാനേ കുഴപ്പമില്ല. അത് ക്രാഷ് ഡയറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം. ഞാൻ ക്രാഷ് ഡയറ്റ് ചെയ്തു, ഞാൻ മറ്റേ ഓട്സ് ഡയറ്റ് ചെയ്തു. ഓട്സ് ഡയറ്റ് ചെയ്താൽ കോൺസ്റ്റിപ്പേഷൻ ഉറപ്പാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയില്ല, എനിക്ക് വന്നിട്ടുണ്ട്. മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഓട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളൊരു ഫുഡാണ്, നമുക്കറിയില്ല. നമ്മുടെ ബോഡിയിലൊക്കെ നമ്മൾ വെക്കണം. അത് നല്ല ടേസ്റ്റാണ്, നല്ല രീതിയിൽ നമുക്ക് പല രീതിയിലും ഓട്സ് കഴിക്കാം. പക്ഷേ ഒരു ദിവസം ഫുൾ ടൈം ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ബാഡാണ്. സോ ക്രാഷ് ഡയറ്റ് മാക്സിമം എടുക്കാതിരിക്കും. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 3 ഡേ മിലിറ്ററി ഡയറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി കുഴപ്പമില്ല. വൺസ് ലൈക്ക് മന്ത്ലി ഒരു 3 days ഒക്കെ ഡിറ്റോക്സ് ചെയ്യുകയാണെങ്കിൽ ബോഡി ചെയ്യണമെങ്കിൽ ഡിറ്റോക്സ് അല്ലെങ്കിൽ മിലിറ്ററി ഡയറ്റാണ് ഒരു ഡിസിപ്ലിൻ പ്ലാനൊക്കെ ഉള്ളത്. പക്ഷേ ഭയങ്കര ക്രാഷാണ്. അത് നമുക്ക് ബോഡിക്ക് ഭയങ്കര ടയർഡാക്കും. ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ നോക്കിയ ഒരു ദിവസം. ഭയങ്കര വീക്കാണ്. രാത്രി തന്നെ ഞങ്ങൾ ചോറ് നന്നായിട്ട് കഴിച്ചു. അപ്പോൾ അത് ചിലർക്ക് അഡാപ്റ്റ് ആവത്തില്ല. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തൊരു വീഡിയോ ഞാൻ തൊട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും. പക്ഷേ സസ്റ്റൈനബിൾ അല്ല ഒരിക്കലും. നമ്മൾ ചെയ്യുന്ന ഡയറ്റ് ഹെൽത്തി ആണെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ആകത്തുള്ളൂ. ഞാൻ ജോബിനൊക്കെ കയറിയ സമയത്ത് ഭയങ്കര ഫുഡ് ഭയങ്കര കുറവായിരുന്നു. രാവിലെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഓട്സ് അല്ലെങ്കിൽ ലസ്സി അല്ലെങ്കിൽ കോൺഫ്ലെക്സ്, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി പക്ഷേ നമുക്ക് വേണ്ട കലോറി നമ്മൾ എത്തുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഒരു 1200 to 1300 കലോറി കഴിച്ചാൽ മതി. അപ്പോൾ അതാണ് നമുക്ക് എത്രയാണ് നമ്മുടെ മെയിൻ്റനൻസ് കലോറി, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ എത്രയാണ് കലോറി, നമ്മുടെ ഹൈറ്റും ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ നമുക്കൊരു ഇതുണ്ട്, കലോറി കാൽക്കുലേറ്റർ. അതിൽ ചെയ്ത് കൊടുത്താൽ നമുക്കറിയാം നമ്മുടെ എത്ര കലോറി നമ്മൾ കഴിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ, വെയിറ്റ് കൂട്ടണമെങ്കിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് നോക്കാനിപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും മെഷറിംഗ് സ്കെയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ കയ്യിലില്ല, പക്ഷെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് വീക്കാവാതിരിക്കാൻ നോക്കുക. നമ്മൾ ഡയറ്റ് എടുക്കുന്ന എന്ത് ഡയറ്റാണ് ഹെൽത്തി വെയിൽ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഹെൽത്തി വെയിൽ തന്നെ ഡയറ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോസ് പോസ്റ്റ് ചെയ്തോളൂ. ഒരിക്കലും ഫുഡ് കഴിക്കാതെ
അടുത്തിട്ട് നമ്മൾ ഒത്തിരി വർക്കൗട്ടും അതുപോലെ ഡയറ്റും ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് കളയണ്ട. നമ്മൾ നല്ല രീതിയിൽ കഴിച്ച് നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇത് കുറയ്ക്കണമല്ലോ, കുറയുന്നില്ലല്ലോ എന്ന് സ്ട്രെസ് എടുക്കാതിരിക്കുക. അത് തന്നെ കുറയുന്നു. പലർക്കും പറ്റും, നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രം ചിന്തിക്കുക. നമ്മളെ കൊണ്ട് പറ്റും, വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ആ ഒരു മോട്ടിവേഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളിത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇത് ആക്ച്വലി ഒന്നും പ്രിപ്പയർഡ് അല്ല. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഒട്ടും ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. ലൈക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം, മീൻസ് ഒരു ലാഗ് ഉണ്ടാകും വീഡിയോയിൽ. അപ്പം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വീഡിയോസ് ഇടുന്ന ടൈമിങ് 6 മണിയായിരിക്കും. നാട്ടിൽ 7:30 ആയിരിക്കും ടൈമിങ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഒന്ന് അറിയിക്കുക, കമൻസ് വഴി അറിയിക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഈ വെയിറ്റ് ലോസ് ബേസ്ഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇടണമെന്നെങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.